മക്കളെ ഇതാ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അടുത്തെത്തി. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്ന് ബസ് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡയഗ്രംസും പഠിച്ചിട്ട് പോകാനാണ്. കാരണം ബോട്ടണി നമുക്കറിയാം ഡയഗ്രം ബേസ്ഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനാണെങ്കിലും 2 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും ഡയഗ്രം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഡയഗ്രംസ് എന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് 2 സെൽഡ് പോളൻഗ്രീൻ ആണ്. പോളൻഗ്രീൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ. എ അതുപോലെ തന്നെ ബി ജനറേറ്റീവ് സെല്ല് തന്നിട്ടുണ്ട്. എ ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് ജനറേറ്റീവ് സെല്ലാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ്. 1 മാർക്കിന് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കോപ്പി ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് ഇത്. വളരെ ആയിട്ട് അധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓർത്ത് വെച്ചോളൂ. ഹൈലം എന്ന് പറയുന്നത് ഇതാണ്. ഹൈലം ഈ പോയിന്റ് ആണ്. ഫ്യൂണിക്കൽ എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്റ്റോക്ക്. ഇവിടെയാണ് മൈക്രോപൈലാർ പോള് വരുന്നത്. ആൻഡ് ഓൾസോ ന്യൂസെല്ലസ്. ഇതാണ് എംപ്രിയോസാക് ആൻഡ് ദിസ് ഈസ് ദി ചെലാസൽ പോൾ. അപ്പോൾ മൈക്രോപൈലാറിലാണ് ഈ ഒരു ഓപ്പണിംഗ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ ഡയഗ്രാം പഠിച്ചു വെക്കാം. അടുത്തത് ഡയഗ്രാം ഗിവൻ ബിലോ ഷോ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഐഡന്റിഫൈ ദ പാർട്ട് എ ബി സി ആൻഡ് ഡി ആണ്. ആന്തറിന്റെ സ്ട്രക്ചർ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തിയറിറ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് വരയ്ക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചു വെക്കണം. അപ്പോൾ ആന്തറിന്റെ ഡയഗ്രാം ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കണം. ഈ ബി എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. എ എന്ന് പറയുന്നത് കണക്റ്റീവ് ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ ആണ്. ഡി എന്ന് പറയുന്നത് ടപ്പീറ്റം. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ അത് എന്ത് ചെയ്യാം? ലേബൽ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്ട് എ ബി സി ആൻഡ് ഡി. ഇവിടെ കണ്ടല്ലോ, സീഡ് തന്നിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സീഡ് വെച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? ലേബൽ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം മറന്നു പോവണ്ട. ഇത് പ്ലിമ്യൂൾ, രണ്ട് കോട്ടിലഡൻസ് ഉണ്ട്. ഇവിടെ ഹൈപ്പോക്കോട്ടൈൽ റാഡിക്കൽ ആണ് റൂട്ട് ക്യാപ്പിന്റെ മേലെ വരിക. ഈ ചിത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക. ഈ ഒരു വീഡിയോ കണ്ട് തന്നെ നിങ്ങളിത് തെറുവായിട്ട് പഠിക്കും. എങ്കിലും ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇനി ആന്തറിന്റെ സ്ട്രക്ചറിൽ മറ്റേ നമ്മൾ തന്ന ഗ്രൗണ്ട് പ്ലാനും ചോദിക്കാം. അതല്ലാതെ ഈ ഒരു ക്ലോസ് ഫിഗർ തന്നിട്ടും ചോദിക്കാം. എ എപ്പിഡെർമിസ് ആണ്. ബി എൻഡോത്തീഷ്യം ആണ്. സി മിഡിൽ ലെയർ ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നതോ ടപ്പീറ്റം ആണ് വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. ഇതിന്റെ ഉള്ളിലാണ് സ്പോറോജീനസ് ടിഷ്യൂ വരിക. ദെൻ ഒബ്സർവ് ദ ഫിഗർ ഓഫ് മോണോക്കോട്ട് സീഡ്. ഡൈക്കോട്ട് സീഡ് കണ്ടു. മോണോക്കോട്ട് സീഡും പഠിച്ചു വെച്ചോളാം. എ ബി സി ആൻഡ് ഡി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എൻഡോസ്പെം, ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ക്യൂട്ടെല്ലം സിംഗിൾ മോണോകോട്ടിലഡൻ, സി എന്ന് പറയുന്നത് പ്ലിമ്യൂൾ ആൻഡ് ഡി എന്ന് പറയുന്നത് നമ്മുടെ റാഡിക്കൽ ആണ്. പ്ലിമ്യൂളിന്റെ മേലെ കോളിയോപ്റ്റൈൽ ഉണ്ടാകും. ഡി റാഡിക്കലിന്റെ താഴെ കോളിയോ റൈസേ ഉണ്ടാകും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് തെറവായിട്ട് തന്നെ വായിച്ചു നോക്കുക. അടുത്തത് നെയിം ദ പ്രോസസ്. തന്നിട്ടുള്ള പ്രോസസ് ഏതാണെന്നാണ്. എംബ്രിയോ ജെനസിസ് ആണ്. റൈറ്റ് ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. പ്രോ എംബ്രിയോ ഉണ്ട്, ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് ദെൻ മെച്വർ എംബ്രിയോ ആണ് വരിക. ഇത് കഴിഞ്ഞിട്ടാണ് മെച്വർ എംബ്രിയോ ഉണ്ടാവുന്നത്. സോ എംബ്രിയോ ജെനസിസും അതിൻ്റെ സ്റ്റേജും മറന്നു പോകണ്ട. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ. നോക്കിക്കേ, നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ഡയഗ്രാം നമ്മൾ പെട്ടെന്നൊന്നും കാണാതെ വിടും. പക്ഷെ അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഫിഗർ ആണ്. സൈഗോട്ടും പി എന്നും ഫോം ചെയ്യാനുള്ള പ്രോസസ്സ് ഏതാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ടേബിൾ പാർട്ട് സി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന സൈഗോട്ട് ഉണ്ടാവുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ ദി മെയിൽ ഗമീറ്റ് ആൻഡ് ദി എഗ് ആണ്. സിംഗമി നടക്കുന്ന വഴിയാണ്. പെൻ എന്ന് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ബൈ ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. 2 പോളാർ ന്യൂക്ലിയും ഒരു മെയിൽ ഗമീറ്റും കൂടെ ചേർന്നിട്ടാണ് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പെം സെല്ലാണ്. അതാണ് പിന്നെ ഈ പറയുന്ന സീഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത്. Given below is a diagram of mature embryosac and angiosperm. Label A, B, C and D. What is the double fertilization? Mention the ploidy of the zygote and pen. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മേലെ നിങ്ങൾക്ക് കാണാം ആൻറ്റിപോഡൽസ്, ബി പോളാർ ന്യൂക്ലിയ ആണ്, സിനർജിറ്റ്സ് കാണാം. ഡി എന്ന് പറയുന്നതോ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. പ്ലോയിഡ് എന്താ? സൈഗോട്ടിൻ്റേത് ഡിപ്ലോയിഡ് ആണ്, പെന്നിൻ്റേതോ ട്രിപ്ലോയിഡ് ആണ്. അപ്പോൾ പ്ലോയിഡ് എന്തായാലും ഓർത്ത് വെക്കണം. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നതും ഇവിടെ എഗ്ഗിലും ഹാപ്ലോയിഡ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ എവിടെ വരുന്നത്? സൈഗോട്ടിൽ വരുന്നത്. അതേസമയം പെൻ എന്ന് പറയുന്നതോ പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള പെന്ന് വരുന്നത്. ഓക്കെ, ഇത് പോളാർ ന്യൂക്ലിയ, ഇത് മെയിൽ ഗമേറ്റ്.
സൊപ്ലോയിഡ് കണ്ടീഷൻ മറന്നു പോകരുത്. ഫിഗർ റെപ്രസെൻറ്റിംഗ് ദ റിയാക്ഷൻ അസോസിയേറ്റ് വിത്ത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. നെയിം ദ സ്റ്റെപ്സ് ആണ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ് 3 സ്റ്റെപ്പ് നമ്മൾ PCR പഠിക്കുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമും കൂടെ ഓർത്തോളൂ, ടാഗ് പോളിമറൈസ് എൻസൈമാണ്. ഇനി ബയോടെക്നോളജിയിൽ തന്നെ നിങ്ങൾ നോക്കുക. ഡയഗ്രാം ഗിവൺ ബിലോ ഇക്കോളായി ക്ലോണിംഗ് വെക്ടർ PBR322. ഈ ഡയഗ്രാം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത് ഏതാണ്? PBR322 വെക്ടർ ആണ്. ഇതിൽ സെലക്ടബിൾ മാർക്കർ ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ORI ആണ്. സെലക്ടബിൾ മാർക്കർ ചോദിച്ചാൽ ആംബസിലിൻ റെസിസ്റ്റൻസും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനുമാണ് കേട്ടോ. ആൻഡ് ORI എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് വെർ ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്ന എനി പീസ് ഓഫ് DNA വെൻ ലിങ്ക് ടു ദിസ് സീക്വൻസ് ക്യാൻ ബി മെയ്ഡ് ടു റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു സൈറ്റാണ് ഇത് ORI സൈറ്റ് എന്ന് പറയുന്നത്. അതെന്തായാലും എവിടെ വേണം? നമ്മുടെ വെക്ടറിന് ഉണ്ടായിരിക്കണം. ഇനി ഒബ്സർവ് ദ ഡയഗ്രാം നെയിം A ആൻഡ് B. ഇത് ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ വരുന്ന ഡയഗ്രാമാണ്. അപ്പോൾ നോക്കിക്കോളൂ, A ആൻഡ് B. A എന്ന് പറയുന്നത് എന്താണ്? പ്രോ ഇൻസുലിൻ. B എന്ന് പറയുന്നത് മെച്യൂർ ഇൻസുലിൻ ആണ് വിത്തൗട്ട് C പെപ്റ്റൈഡ്. അപ്പോൾ ഈ ബയോടെക്നോളജിയിൽ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡയഗ്രാമാണ് ബയോ റിയാക്ടറിൻ്റേത്. ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ്, ലേബൽ ദ പാർട്ട് A ആൻഡ് B, റൈറ്റ് എനി വൺ യൂസ് ഓഫ് A ആൻഡ് B തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ലേബൽ ചെയ്യാനും കൂടെ പഠിച്ചു വെക്കുക. നമ്മുടെ ബയോ റിയാക്ടറാണ്. A എന്ന് പറയുന്നത് മോട്ടറാണ് ആൻഡ് B എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറൈൽ എയർ ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ലേബിൾ ചെയ്യാൻ പഠിച്ചു വെക്കുക. ബയോ റിയാക്ടറിലൂടെ നമുക്ക് ലാർജ് വോളിയൂംസ് ഓഫ് ദി റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്. നമുക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ജനറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ എൻസൈം യൂസിങ് മൈക്രോബിയൽ, പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. അപ്പോൾ ഇതെന്തായാലും പഠിക്കേണ്ടതാണ്, കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു ഡയഗ്രം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഗിവൺ ഡയഗ്രാം ഡെപ്പിക്ട്സ് ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ആൻഡ് ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? എത്തഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് അണ്ടർ UV ലൈറ്റ്. UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്താൽ മാത്രം, അതും എത്തഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്താലേ നമുക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്തത് എന്താ? വാട്ട് ഈസ് എല്യൂഷൻ? എല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേറ്റഡ് ബാൻഡ് ഓഫ് DNA കട്ട് ഔട്ട് ഫ്രം ദ അഗാറോ ജെൽ, എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. DNA അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡയഗ്രാമാണിത്. നെയിം ദ പ്രോസസ് റെപ്രസെൻറ്റഡ് ആസ് A ആൻഡ് B. NT ഈസ് എ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T. റൈറ്റ് ഡൗൺ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ, നേറ്റാലിറ്റി ഉണ്ട്. നേറ്റാലിറ്റി ആണ് എങ്കിൽ ഇവിടെ എന്താ വരിക? മോർട്ടാലിറ്റി ആണ്. ഇവിടെ എമിഗ്രേഷൻ. അപ്പം NT+1 = NT+B+I-D+C അതാണ് വരുന്നത്. സോ ഈ ഡയഗ്രാം കണ്ടാൽ നന്നായിട്ട് മനസ്സിലാക്കണേ, ഈ ക്വസ്റ്റ്യൻ ഇല്ല. ഇനി ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് 2 ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. AB തന്നിട്ടുണ്ട്. ഗ്രോത്ത് കർവ് ഐഡന്റിഫൈ ചെയ്യാനാണ്. A എന്ന് പറയുന്നത് എന്താ? എക്സ്പോണൻഷ്യൽ കർവ്. B എന്ന് പറയുന്നത് ലോജിസ്റ്റിക് കർവ്. K എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ എന്തായാലും പഠിക്കണം, ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മറ്റൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഏജ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? എക്സ്പാൻഡിങ് ആയിട്ടുള്ളതാണ് അല്ലേ? എക്സ്പാൻഡിങ് പിരമിഡാണ്. B എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുള്ളത് ഡിക്ലൈനിങ് ആണ്. ആൻഡ് ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഗിവൺ ഏജ് ഓർ group is plotted for the population. Resulting structure is called age pyramid. അപ്പോൾ ഏജ് പിരമിഡ് എന്താണെന്ന് ഡെഫിനിഷൻ ഇത് പഠിച്ചു വെച്ചോളൂ. ആൻഡ് ഏത് ഏജ് പിരമിഡ് തന്നാലും അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എല്ലാവരും നന്നായിട്ട് തന്നെ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് തരവായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്രധാനപ്പെട്ട കാര്യം, ബാക്കി ഓരോ ഡയഗ്രാം, ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ലൈവിൽ വന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ വരിക, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റിവൈസ് ചെയ്യണം. So till then, bye bye, see you soon.